ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് എയർപോർട്ടിന് സമാനമായി നവീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡിന്റെ ത്രിമാന മാതൃക തയ്യാറായി. തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ നടന്നു. ഡബിൾ ഡക്കർ ബസ് ജനുവരി ആദ്യവാരം മുതൽ സർവീസ് നടത്തുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ജില്ലയിലെ വിവിധ നഗരസഭകളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് നടന്നു. തൃശൂർ കോർപ്പറേഷൻ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് ശനിയാഴ്ച. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ് സമരം തുടരുന്നു. സമരം സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച്. അത്താണി മിനാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം നടത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. പ്രതികൾ മോഷ്ടിച്ചത് 10 ലക്ഷം രൂപയുടെ യന്ത്രസാമഗ്രികൾ. ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് കുന്നംകുളത്ത് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ മാറ്റുരയ്ക്കുന്നത് 3668 കായിക താരങ്ങൾ. വാർത്തകൾ വിശദമായി. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് വിമാനത്താവളത്തിന് സമാനമായി നവീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡിന്റെ ത്രിമാന മാതൃക തയ്യാറായി. മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയായി വരുന്നു. നിലവിലെ പഴയ കെട്ടിടം സമയബന്ധിതമായി പൊളിച്ചു നീക്കിയാൽ ഉടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. നല്ലൊരു കരാറുകാരനെ കിട്ടിയാൽ 1 വർഷത്തിനുള്ളിൽ സ്റ്റാൻഡ് നവീകരണം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണ് പരിശോധന പൂർത്തിയായി. ഇനി അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ മതി. ഡിസൈൻ റെഡിയായി. പണം അനുവദിച്ചുള്ള ASും കാര്യങ്ങളെല്ലാം പേപ്പർ വർക്കെല്ലാം ശരിയായി. ആ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ച് ടെൻഡർ കൊടുത്തു. അയാൾ 40 ദിവസത്തിനുള്ളിൽ അയാൾ പൊളിച്ചു മാറ്റും. പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ അയാൾക്ക് ഫൈൻ ക്ലോസ് ആണ്. നമുക്ക് ഓരോ ദിവസം ഇങ്ങോട്ട് പൈസ തരണം. അപ്പോൾ ആ നിലയിലാണ് KSRTC മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഓർഡർ ഓഫ് കോൺടാക്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ടെൻഡർ ചെയ്യത്തക്ക രീതിയിൽ നമ്മളെല്ലാ പേപ്പറും വർക്കും എല്ലാം. ഇത് മാത്രമല്ല, കേരളത്തിൽ 6-7 ബസ് സ്റ്റേഷനുകൾ പുതുക്കി പണിയും. എല്ലാം ഈ പറഞ്ഞ ഒരു വിമാനത്താവളത്തിൻ്റെ സ്റ്റാൻഡേർഡാണ് നമ്മൾ തുടങ്ങിയാൽ വളരെ വേഗത്തിൽ തീരും. നല്ലൊരു കോൺട്രാക്ട് വരണം എന്നുള്ള മാത്രമേ ഉള്ളൂ. നാടിനോട് സെന്റിമെന്റ്സ് ഉള്ള ആരെങ്കിലും നല്ല കോൺട്രാക്ടർ നമ്മൾ വലിയ കമ്പനികൾ വല്ലതും എടുത്താൽ വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിയും. 1 വർഷം പോലും എടുക്കില്ല തീരാമെന്നാണ് എൻ്റെ കാൽക്കുലേഷൻ. സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് അനുവദിച്ച KSRTC ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ നടന്നു. തൃശൂർ രാമനിലയത്തിൽ നിന്നാണ് സുവോളജിക്കൽ പാർക്കിലേക്ക് ട്രയൽ റൺ തുടങ്ങിയത്. മന്ത്രിമാരായ K രാജൻ, KB ഗണേഷ് കുമാർ, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ബസിന് പാർക്കിൽ വൻ സ്വീകരണവും നൽകി. ഡബിൾ ഡക്കർ ബസ് ജനുവരി ആദ്യവാരം മുതൽ സർവീസ് നടത്തുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. ഇലക്ട്രിക്കൽ ഡബിൾ ഡക്കർ ബസ്സാണ് സുവോളജിക്കൽ പാർക്കിലേക്ക് അനുവദിച്ചിട്ടുള്ളതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ടെൻഡർ നടപടി പൂർത്തിയാക്കി ബസ് സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. ഈ മാസം 28-ന് സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഏഷ്യയിലെ 2ാമത്തെ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക്. പാർക്കിൽ വിവിധ പക്ഷിമൃഗാദികൾക്കായി 23 ആവാസയിടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിലെ വിവിധ നഗരസഭകളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് നടന്നു. ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാവക്കാട്, ഗുരുവായൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി നഗരസഭകളിലെ സംവരണ ഡിവിഷനുകളുടെ നറുക്കെടുപ്പ് കളക്ടറേറ്റിൽ നടന്നത്. പഞ്ചായത്തുകളിലെ നറുക്കെടുപ്പ് ഇന്ന് പൂർത്തിയാകും. തൃശൂർ കോർപ്പറേഷൻ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് ശനിയാഴ്ച എറണാകുളത്ത് നടക്കും.
വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ് സമരം തുടരുന്നു. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് സംയുക്ത തൊഴിലാളി യൂണിയനാണ് സമരരംഗത്തുള്ളത്. ലൈംഗികാതിക്രമം നടത്തി എന്ന പരാതിയിൽ എരുമപ്പെട്ടിയിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായ അനൂപിനെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തിരുന്നു. ഇതാണ് തൊഴിലാളി യൂണിയനുകളെ പ്രകോപിപ്പിച്ചത്. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ 2 ദിവസമായി നടക്കുന്ന സ്വകാര്യ ബസ് പണിമുടക്കിൽ CITU-വിന് യാതൊരു പങ്കുമില്ലെന്ന് സംഘടന അറിയിച്ചു. BMS-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മിന്നൽ പണിമുടക്കാണ്. മിന്നൽ പണിമുടക്കിനോട് CITU യോജിക്കില്ലെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി KP സണ്ണി പ്രസ്താവനയിൽ അറിയിച്ചു. അപ്രതീക്ഷിതമായുണ്ടായ ബസ് സമരത്തിൽ വലഞ്ഞ എരുമപ്പെട്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തുണയായി നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ. വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ പുലിക്കോട്ടിൽ ട്രാവൽസ് ഉടമ ജോയ്സൺ, തൈക്കാടൻ ട്രാവൽസ് ഉടമ ഷൈജു മെജോ എന്നിവരുടെ വാഹനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വിട്ടുനൽകിയത്. അനീഷ് ആദൂർ, ജിനു നെല്ലുവായ് എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളുകളിൽ എത്തിച്ചു. അത്താണി മിണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കൊളത്തിയോ കഫോൾട്ടിംഗ് എന്ന കമ്പനിയിൽ നിന്നും 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. മിണാലൂർ വടക്കൂടൻ ടുവിൻ വിൽസൺ, പൂവത്തിങ്കൽ റമീസ്, പുതുതുരുത്തി കോമാട്ടിൽ സഞ്ജീവ് എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ക്യാമറ ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ച അന്വേഷണത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് കുന്നംകുളത്ത് തുടക്കമായി. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ 100 മീറ്റർ ഓട്ടമത്സരത്തോടുകൂടിയാണ് കായികമേളയ്ക്ക് തുടക്കമായത്. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സിതാര രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ബിജു C. ബേബി, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 12 ഉപജില്ലകളിൽ നിന്ന് 98 ഇനങ്ങളിലായി 3668 കായിക താരങ്ങളാണ് മേളയിൽ മാറ്റുരയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുന്നു. അഗസ്റ്റിൻ, എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? പ്രിയങ്ക, തികച്ചും നല്ല കാലാവസ്ഥയിലാണ് റവന്യൂ കായികമേള നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ 100 മീറ്റർ ഓട്ടത്തോടുകൂടിയാണ് കായികമേള ആരംഭിച്ചത്. അതിനുശേഷം ഒരു 10:30 AC മൊയ്തീൻ MLA കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമാപിച്ചു കഴിഞ്ഞു. ഇന്ന് 50ഓളം ഇനങ്ങളാണ് നടക്കാനിരിക്കുന്നത്. ആകെ ആശങ്കയുണ്ട്. അധ്യാപകർ ഈ കായികമേളയിൽ പങ്കെടുക്കുന്നത് 98 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അതിൽ 50ഓളം ഇനങ്ങൾ ആദ്യ ദിവസമായി ഇന്ന് തന്നെ പൂർണ്ണമാകുമെന്നാണ് അറിയുന്നത്. 12 സബ് ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏത് സബ് ജില്ലയ്ക്കാണ് ഇതുവരെയുള്ള മത്സരങ്ങളിൽ മുൻതൂക്കം എന്നുള്ള വിവരം ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടില്ല. ഏതാനും നിമിഷങ്ങൾക്ക് അത് അറിയിക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ മത്സരങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക. അഗസ്റ്റിൻ, അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെയധികം അനുയോജ്യമായ രീതിയിലുള്ള മറ്റെല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടോ? തീർച്ചയായും പ്രിയങ്ക, ഇത്തവണ കുട്ടികൾക്ക് ഭക്ഷണം, അതുപോലെ തന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ എല്ലാം ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. അക്കാര്യത്തിലെല്ലാം എല്ലാവരും സംതൃപ്തരാണ്. പൊതുവെ അല്പം ഒരു എന്താ പറയാ, സ്പീഡ് കുറഞ്ഞ ഒരു അവസ്ഥ മാത്രമേ ഒരു നെഗറ്റീവായി ഇതിൽ പറയാനുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വളരെ സുഗമമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക.
ശരി അഗസ്റ്റിൻ. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് കുന്നംകുളത്ത് തുടക്കമായി. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ 100 മീറ്റർ ഓട്ട മത്സരത്തോടുകൂടിയാണ് കായികമേളയ്ക്ക് തുടക്കമായത്. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വളരെയധികം നല്ല രീതിയിലാണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അനുകൂലമായ കാലാവസ്ഥയുമാണ് ഉള്ളതെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അഗസ്റ്റിൻ അറിയിച്ചത്. മറ്റു വാർത്തയിലേക്ക്. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് പള്ളൂർ ഉദ്ഘാടനം ചെയ്തു. എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സലീം കൈപ്പമംഗലം, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭീഷണിപ്പെടുത്തി DYFIക്കാരും SFIക്കാരും അത് ഈ ക്യാമ്പസിനകത്തുള്ള SFIക്കാരും ക്യാമ്പസിന് പിൻഗണിച്ച ശക്തിയെ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ തടയിടുന്നതിന് ശ്രമിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ ഒന്നിച്ച് പോരാടണമെന്ന് K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്രജൂബിലി സംഗമം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് SR മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, ഭാരവാഹികളായ M. ഷാജഹാൻ, PP. സുധാകരൻ, AP. അജിത് തുടങ്ങിയവർ സംസാരിച്ചു. 1977 പിന്നീട് നമുക്കറിയാം 96 അധികാരത്തിൽ അതൊരു ഘട്ടത്തിലും വന്ന് പെരുമ്പിള്ളിശ്ശേരിയിൽ വീട് കയറി ആക്രമിച്ച് ഓട്ടോറിക്ഷ തല്ലിത്തകർത്ത കേസിൽ സ്റ്റേഷൻ റൌഡിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വൂർ സ്വദേശി പെരുമ്പിള്ളിശ്ശേരി വീട്ടിൽ ശ്രീനാഥിനെയാണ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പിള്ളിശ്ശേരി സ്വദേശി മാമ്പുള്ളി വീട്ടിൽ മുരളീധരന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ചേർപ്പ് പോലീസ് സബ് ഇൻസ്പെക്ടർ സുബിത്, CPOമാരായ M. മണികണ്ഠൻ, RV. വിനീഷ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. സംസ്കാര സാഹിതിയുടെ പ്രഥമ ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മാരക സാഹിതി അക്ഷരനിധി പുരസ്കാരത്തിന് തൃശൂർ ജില്ലാ ജയിൽ ലൈബ്രറി അർഹമായി. 25,000 രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 20-ന് രാവിലെ 10-ന് സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പുരസ്കാരം സമ്മാനിക്കും. സൂപ്രണ്ട് K. അനിൽകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങും. വാർത്താ സമ്മേളനത്തിൽ പുരസ്കാര സമിതി അംഗങ്ങളായ ഡോക്ടർ PV കൃഷ്ണൻ നായർ, ഡോക്ടർ P. സരസ്വതി, PL ജോമി, സംസ്കാര സാഹിത്യ ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ ആദൂർ, കൺവീനർ അനിൽ സാമ്രാറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ചുമട്ടുതൊഴിൽ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് INTUC-യുടെ നേതൃത്വത്തിൽ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ജില്ലാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി മോഹൻ നാടോടി അധ്യക്ഷത വഹിച്ചു. PV വിനീത്, VC സാബു, CV ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC ദേശീയ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഉപസമിതി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് CB തുളസീദാസ് അധ്യക്ഷത വഹിച്ചു. VK വിമൽ, TP ഷൌക്കത്ത് അലി, KS ലിതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കുട്ടാടൻ പാടശേഖരത്തിൽ കുട്ടാടൻ കർഷക സമിതി നെൽകൃഷി ആരംഭിച്ചു. ഏറെക്കാലമായി കൃഷിയിറക്കാതെ തരിശായി കിടന്ന പാടശേഖരത്തിലാണ് കൃഷിയിറക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. സമിതി കൂട്ടായ്മ പ്രസിഡന്റ് AR ജോഷി അധ്യക്ഷനായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ, കൌൺസിലർ TV ചാർലി, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ R ഷേർലി, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാജിദ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി വയോധിക മരിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശി വടക്കൂട്ട് വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യ വത്സയാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. വള്ളിക്കുന്ന് ക്ഷേത്രത്തിലേക്ക് പോകാനാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കൊടകര വാക്കൊട്ടായി പാടത്ത് കൊച്ചി സേലം LPG പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി വെട്ടിപ്പൊളിച്ച റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കി. 4 വർഷം മുൻപ് ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡ് ഇതുവരെ സഞ്ചാരയോഗ്യമല്ലാത്തത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതർ റോഡ് അറ്റകുറ്റപ്പണി നടത്തിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് പാവറട്ടിയിൽ നടത്തിയ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് OJ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. NJ ലിയോ അൻസൻ, AC ജോർജ്, CA സണ്ണി, CK തോബിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ലോക ഭക്ഷ്യദിനം. ഭക്ഷണം വിശപ്പിനെ അകറ്റാനുള്ളതല്ല, ജീവിതത്തിന്റെ അടിസ്ഥാന അവകാശമാണ് എന്ന സന്ദേശമാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശപ്പിനും ഭക്ഷണത്തിനുമിടയിൽ മനുഷ്യന്റെ സമ്പൂർണ്ണ ചരിത്രം അടങ്ങിയിരിക്കുന്നുവെന്ന OV വിജയന്റെ വാക്കുകൾ തന്നെയാണ് ഈ ദിനത്തിൽ ഏറ്റവും പ്രസക്തം. നമ്മുടെ മേശയിലെത്തുന്ന ഓരോ കണികയും വിലമതിക്കാം. വിശപ്പിനെതിരെ കരുണയും ബോധവൽക്കരണവും വിതറാം. തകഴി ശിവശങ്കരപിള്ളയുടെ ചെമ്മീൻ ഓർമ്മിപ്പിക്കുന്നതുപോലെ തിന്നാനുള്ളത് കിട്ടാത്തവർ എത്രയോ നേരം ഭക്ഷണത്തിന്റെ ഗന്ധം കൊണ്ടു മാത്രം ജീവിക്കുന്നു. ഭക്ഷണത്തിന്റെ മൂല്യം അതില്ലാത്തപ്പോഴാണ് മനസ്സിലാകുന്നത്. ലോകത്തിന്റെ ഒരു വശത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു നേരത്തെ അന്നം പോലും ലഭിക്കുന്നില്ല. യുദ്ധത്താൽ തകർന്ന ഗസയിലെ ജനങ്ങളും വരൾച്ചയും പട്ടിണിയും പിടിമുറുക്കിയ സൊമാലിയയിലെ കുട്ടികളും വിശപ്പിനോട് പോരാടുകയാണ്. നമുക്കടുത്ത തലമുറയെ പഠിപ്പിക്കാം ഓരോ ധാന്യത്തിന്റെയും വില മനസ്സിലാക്കാനും ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കാനും ഭൂമിയോടും അന്നത്തോടും നന്ദിയോടെ ജീവിക്കാനും. ന്യൂസ് ഡെസ്ക് TCV. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് LP സ്കൂളിൽ നാടൻ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. 150-ൽ പരം വൈവിധ്യമാർന്ന വിഭവങ്ങൾ അടങ്ങിയ നാടൻ ഭക്ഷ്യമേള സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ നൈസി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഫെലിമിയ തെരേസ്, PTA ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക ഭക്ഷ്യദിനത്തിന്റെ ഭാഗമായി തിരുവത്ര കുഞ്ചേരി GLP സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക KB ബേബി, കൺവീനർ സഫീസ ഹംസ, അധ്യാപകരായ NA ഹസീന, CS ബിന്ദു, M റസീന തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയപാത 66 തിരുവത്രയിൽ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. സർവീസ് റോഡ് അരികിലാണ് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ നടന്ന വികസന സദസ്സിൽ നിന്നും UDF ജനപ്രതിനിധികളും പ്രവർത്തകരും വിട്ടുനിന്നു. LDFന്റെ വികസന സദസ്സ് നുണകൾ പ്രചരിപ്പിക്കാനുള്ള സദസ്സാണെന്ന് ആരോപിച്ചായിരുന്നു UDF ജനപ്രതിനിധികൾ വികസന സദസ്സ് ബഹിഷ്കരിച്ചത്. എന്ന പേരിലൊരു മുരടിപ്പ് സദസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാരെല്ലാവരും തന്നെ അതിന് മുരടിപ്പ് സദസ്സ് എന്നാണ് വിളിക്കുന്നത്. മെമ്പർമാർ മാത്രമല്ല, പൊതുവെ പൊതുജനങ്ങളും അത് തന്നെയാണ് പറയുന്നത്. കാരണം പഞ്ചായത്തിൻ്റെ വികസന ജാഥ എന്ന് പറഞ്ഞിട്ടൊരു ജാഥ പഞ്ചായത്തിലെ എല്ലാ റോഡുകളിലും നടന്നിരുന്നു. ആ ജാഥയിൽ പങ്കെടുത്ത പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള മെമ്പർമാർക്ക് ആർക്കെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്തുള്ള ഒരു കാര്യം തുറന്ന് പറയാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. സോമശേഖരൻ, NK വിമല, മിനി ബാബു, RV മൊയ്നുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ബഹിഷ്കരണം. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ റമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ SI ജിസ് മാത്യു,
സംസാരിച്ചു. ഡോക്ടർ PC പോളി, ഡോക്ടർ സജന ജയ്പാൽ, ഡോക്ടർ ഏലിയാമ റാഫേൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തൃപ്രയാർ ഫ്രണ്ട്സ് ക്രിയേറ്റീവ് ഫോറത്തിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സമാദരണ ഗാനസദ്യ സംഘടിപ്പിച്ചു. സീതാശ്രമത്തിലെ സ്വാമി പരമസാര ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കവി ദിനേശ് രാജ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ നിരൂപകൻ MD ചന്ദ്രമോഹൻ, കവിത്രി നോമി കൃഷ്ണ, EP ഗിരീഷ്, നൌഷാദ് പാട്ടുകുളങ്ങര, വിനോദ് വളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതാ നിർമ്മാണത്തിലെ അലംഭാവത്തിനും അനാസ്ഥയ്ക്കുമെതിരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TK ഷാജി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KJ ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റുമാരായ PK സത്യശീലൻ, അജിത് കുമാർ, സെക്രട്ടറിമാരായ MS സാജു, PM മൊഹിയുദ്ദീൻ, PRO രാജീവൻ പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. വരന്തരപ്പിള്ളി തണൽ വീടിന്റെ പുതിയ ബ്ലോക്ക് ഞായറാഴ്ച റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. അഗതികളും അശരണരും കിടപ്പുരോഗികളും ആയവർക്കാണ് 5.5 കോടി രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കന്നിമാസത്തിലെ ആയില്യത്തോടനുബന്ധിച്ച് കൊടകര പൂനിലാർക്കാവ് നാഗരാജ നാഗയക്ഷി ക്ഷേത്രത്തിൽ ആയില്യം പൂജ നടന്നു. നാഗങ്ങൾക്ക് പാലും നൂറും നൽകൽ, വിശേഷാൽ പൂജകൾ, കലാശാഭിഷേകം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് പാമ്പുമേക്കാട്ട് മനക്കൽ ജാതവേദൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യപൂജയിൽ നിരവധി ഭക്തർ പങ്കാളികളായി. ക്ഷേത്ര മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ, കീഴ്ശാന്തി ഹരികര അയ്യർ എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ, മുൻ ഉപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടന്ന കന്നിമാസത്തിലെ ആയില്യപൂജയ്ക്ക് നിരവധി ഭക്തജനങ്ങൾ എത്തി. നൂറും പാലും നൽകാൻ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമൽ കൈലാസം പരികാർമ്മികനായി. ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി K ചന്ദ്രദാസ്, പൂരകമ്മിറ്റി സെക്രട്ടറി ജയൻ മാരാത്ത്, കോമരം മാരാത്ത്, വാസുദേവൻ മുൻ സെക്രട്ടറി രാജു മാരാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊണ്ടാഴി പഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി ചെയർപേഴ്സൺ KK പ്രിയംവദ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, അംഗങ്ങളായ ബിജു തടത്തിവിള, V നിഷാമോൾ, ശിവൻ വീട്ടിക്കുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു. പൊയ്യ പഞ്ചായത്ത് വയോജന സംഗമം പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സാബു കൈതാരൻ അധ്യക്ഷനായി. EA ജോയ്, KC വർഗീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വയോജനങ്ങളുടെ കലാപരിപാടികൾ നടത്തി. ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങിയ പൈസ കൊണ്ട് ഉണ്ടാവും. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ മുതിർന്ന CPI നേതാവായിരുന്ന PV ബാലകൃഷ്ണന്റെയും ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന KV സാജുവിന്റെയും അനുസ്മരണം നടത്തി. CPI വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവന്തല സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണം ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു. CPI സെക്രട്ടറി CR ദിലീപ് അധ്യക്ഷനായിരുന്നു. EV മുഹമ്മദ് പതാകയുയർത്തി. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, CP ജോൺസൺ, സൗമ്യ സുഗു, MK അംബിക തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി അങ്കണവാടി കുട്ടികളുടെ കലോത്സവം നടന്നു. പഞ്ചായത്തിലെ 25 അങ്കണവാടികളിൽ നിന്നുമായി 260ഓളം കുട്ടികൾ കലോത്സവത്തിൽ പങ്കെടുത്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽനാഥ് അനീഷ് ബാലകലോത്സവം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു.
മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന പി.ടി. ജേക്കബിന്റെ 16ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അത്താണിയിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ ടി. വി. ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CH. ഹരീഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കെ. അജിത് കുമാർ, ജിജോ കുര്യൻ, PG. ജയദീപ്, ചന്ദ്രപ്രകാശ് ഇടമന തുടങ്ങിയവർ പങ്കെടുത്തു. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. മുരളി പെരുന്നല്ലി MLA വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. നാളെ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. 5 ദിവസം സംസ്ഥാനത്ത് മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാവറട്ടി പഞ്ചായത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഠനാവശ്യത്തിനായി ഫർണിച്ചർ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സിബി ജോൺസൺ അധ്യക്ഷയായിരുന്നു. ജനപ്രതിനിധികളായ സരിത രാജീവ്, KK സുധ, TK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് പാവറട്ടി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷത വഹിച്ചു. കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, സുനിത രാജു, ഷെമീറ ഖാദർമോൻ, വിജയ ശശിധരൻ, ലതാ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ നവീകരിച്ച സ്റ്റേജ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, വാർഡംഗം KT ഷാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം നാളെ തൃശൂരിൽ നടക്കും. ടൗൺ ഹാളിൽ രാവിലെ 10 നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് നൈറ്റോ ബേബി അരീക്കൽ, ജനറൽ സെക്രട്ടറി ജോൺ K. സ്റ്റീഫൻ, ജനറൽ കൺവീനർ KV സുനിത, വർക്കിംഗ് പ്രസിഡന്റ് S. കരുണാകരൻ, ട്രഷറർ ബിനു വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക ലാലി ആന്റണി ഉദ്ഘാടനം ചെയ്തു. NCC ഓഫീസർ AP ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. പോലീസ് സബ് ഇൻസ്പെക്ടറായി നിയമനം ലഭിച്ച രാഹുൽ രഘുനാഥിനെ മാങ്കുറ്റിപ്പാടം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ, വൈസ് പ്രസിഡന്റ് MK കൃഷ്ണകുമാർ, സെക്രട്ടറി ജയൻ പള്ളത്ത്, മുൻ സെക്രട്ടറി രാഘവൻ തിരുനിലയത്തിൽ എന്നിവർ നേതൃത്വം നൽകി. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സമര സംഗമം നടത്തി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് വാസൻ ആന്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മുനീർ ഇടശ്ശേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് MM ഇക്ബാൽ, ട്രഷറർ EM ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്ത് കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ സിനി ജെയ്സൺ, TK പത്മനാഭൻ, ICDS സൂപ്പർവൈസർ PM സൗമ്യ, അംഗനവാടി വർക്കർ PK അമ്മിണി തുടങ്ങിയവർ സംസാരിച്ചു.
പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന പള്ളിയിലെ പരിശുദ്ധ ഫാത്തിമ നാഥയുടെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. തിരുനാളിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ വെള്ളിയാഴ്ച വൈകിട്ട് 7:30 വിയൂർ SHO KP മിഥുൻ നിർവഹിക്കും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന കൂടുതുർക്കൽ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനാകും. ഈ മാസം 26 8-ാമിടം വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട്, ജനറൽ കൺവീനർ ബേബി മുണ്ടാടൻ, ട്രസ്റ്റി ജോൺസൺ മുരിയാടൻ, കൺവീനർമാരായ CL ഇഗ്നേഷ്യസ്, ലിൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു. അടാട്ട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയതായി നിർമ്മിച്ച പാലിയേറ്റീവ് കെയർ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് ഷഫീഖ് പദ്ധതി വിശദീകരണം നടത്തി. നിർധന കുടുംബാംഗമായ വിദ്യാർത്ഥിക്ക് കോൺഗ്രസിന്റെ സ്നേഹകരുതൽ. കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാനം നാളെ പുന്നമ്പറമ്പ് സെന്ററിൽ നടക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. രാഹുൽ ജി ഭവന്റെ സമർപ്പണവും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. അടച്ചുറപ്പില്ലാത്ത വീട്ടിലിരുന്ന് പഠിച്ച് 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ നേടിയ തെക്കുംകര സ്വദേശി അഭിനവിനാണ് വീടൊരുക്കിയത്. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു, ഭവന നിർമ്മാണ കമ്മിറ്റി ട്രഷറർ O ശ്രീകൃഷ്ണൻ, ജനറൽ കൺവീനർ PV വിനയൻ, വിജി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,865 രൂപ, പവന് 94,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡ് എയർപോർട്ടിന് സമാനമായി നവീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡിന്റെ ത്രിമാന മാതൃക തയ്യാറായി. തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ നടന്നു. ഡബിൾ ഡക്കർ ബസ് ജനുവരി ആദ്യവാരം മുതൽ സർവീസ് നടത്തുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ജില്ലയിലെ വിവിധ നഗരസഭകളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് നടന്നു. തൃശൂർ കോർപ്പറേഷൻ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് ശനിയാഴ്ച. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ് സമരം തുടരുന്നു. സമരം സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച്. അത്താണി മിണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം നടത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. പ്രതികൾ മോഷ്ടിച്ചത് 10 ലക്ഷം രൂപയുടെ യന്ത്രസാമഗ്രികൾ. ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് കുന്നംകുളത്ത് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ മാറ്റുരയ്ക്കുന്നത് 3668 കായിക താരങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.